ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ ബിഗോണിയ പ്ലാന്റിൻ്റെ കെയറിങ് ആണ്. അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനാദ്യം വേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പോട്ടി മിക്സ് ആണ്. പോട്ടി മിക്സ് ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ മിക്സ് ചെയ്യുന്നത് നല്ല പൊടിയായിട്ടുള്ള പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തരിയോട് കൂടിയ പൊടി, അങ്ങനത്തെ മേൽമണ്ണ്, അത് കഴിഞ്ഞിട്ട് ചകിരിച്ചോറ്, പിന്നെ മുയൽ കാഷ്ടം വെച്ചുള്ള കമ്പോസ്റ്റ്. എനിക്ക് മുയലുണ്ടായിരുന്നു, അപ്പോൾ മുയലിൻ്റെ കാഷ്ടം ഞാൻ കമ്പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കരിയില ഇങ്ങനെ ഉണങ്ങി പൊടിഞ്ഞ കരിയില ഉണ്ടല്ലോ, അതും കൂടെ മിക്സ് ചെയ്യും. പിന്നെ അതിനകത്ത് സാഫ് ഇട്ടിട്ടുണ്ട്. ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് അത് ബേസിക് ആയിട്ടുള്ളത്. പിന്നെ രണ്ടാമത് ചട്ടി, നമ്മൾ ചെടിക്ക് അനുസരിച്ചുള്ള ചട്ടി വേണം എടുക്കാൻ. ചെറിയ ചെടികളാണെന്നുണ്ടെങ്കിൽ ചെറിയ ചട്ടി മതി, വലിയ ചെടിയാണെന്നുണ്ടെങ്കിൽ വലിയ ചട്ടി തന്നെ വേണം. അപ്പോൾ അത് ആദ്യമേ ചട്ടി എടുത്തിട്ട് അതിൻ്റെ ഹോളെല്ലാം ഓപ്പൺ ചെയ്യണം. എന്നിട്ട് കാരണം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, എന്നാലേ നല്ല പുഷ്ടിയായിട്ട് ചെടി വളരുള്ളൂ. അപ്പോൾ ഈ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, അടിയിലൊക്കെ വരുമ്പോൾ വേരൊക്കെ ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ആ വേരൊക്കെ ചീഞ്ഞു പോകുന്നതിനനുസരിച്ച് മുകളിൽ ഉള്ള വളർച്ചയും കുറയും. അപ്പോൾ ചട്ടിയുടെ അടിയിലായിട്ട് ഞാൻ കരിയില കമ്പോസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ടു. അത് രണ്ട് കാര്യമുണ്ട്. കുറച്ച് ചട്ടിയുടെ വെയിറ്റ് കുറഞ്ഞു കിട്ടും. പിന്നെ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ദ്രവിച്ച് നല്ല വളമാവുകയും ചെയ്യും. എന്നിട്ട് പോട്ടി മിക്സ് ഞാൻ ചട്ടിയിൽ പകുതിയോളം ഇട്ടു. അത് കഴിഞ്ഞിട്ട് പഴയ ഇരിക്കുന്ന ചട്ടിയിൽ നിന്ന് ചെടി ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ പോട്ടി മിക്സ് ഉണ്ടായിരുന്നത് കുറച്ച് മാറ്റി കളയണം. എല്ലാം എടുത്ത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ വേര് പൊട്ടിപ്പോവുകയും ഒക്കെ ചെടി അനങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഉണങ്ങാനൊക്കെ സാധ്യതയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെടിയുടെ കുറച്ച് ഇരിക്കുന്ന പോട്ടി മിക്സിൻ്റെ കുറച്ച് മാറ്റം എടുത്ത് കളഞ്ഞാൽ മതിയാവും. പിന്നെ ചെടിക്ക് ആവശ്യമുള്ള സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ, സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്നിടത്ത് ഈ ചെടി വെക്കരുത്. കാരണം ചെടിക്ക് നേരിട്ട് കിട്ടുന്ന സൂര്യപ്രകാശം താങ്ങാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് ചെടി ഇല ഉണങ്ങിപ്പോവും, പിന്നെ വളർച്ച കുറഞ്ഞു പോവും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെടിയുടെ ഇലയാണ് ഭംഗിയുള്ളത്. അപ്പോൾ സൂര്യപ്രകാശത്തിൽ വെച്ച് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ചെടിക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല. ഇപ്പോൾ പോട്ടി മിക്സ് കണ്ടില്ലേ, നന്നായിട്ട് പൊടിയായിട്ട് ഉള്ള പോട്ടി മിക്സാണ്. അതുകൊണ്ടാണ് ഈ 2 വർഷമായിട്ടും ഈ ചെടിക്ക് യാതൊരു കുഴപ്പമില്ലാണ്ട് ഇത്രയും നാളെ ഇങ്ങനെ ഇരുന്നത്. കുറേ തൈകളും പൊട്ടി വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇളക്കി ഓരോ ചട്ടികളിലാക്കാം. കാരണം ചെറിയ ചെറിയ ചട്ടികളിലാക്കി വെക്കാം. അപ്പോൾ അതിൽ നിന്നും കുറേ തൈകൾ കിട്ടുകയും ചെയ്യും, കുറേ ചെടികൾ ആവുകയും ചെയ്യും. പിന്നെ ഇപ്പം ഞാൻ നല്ലൊരു ബെഡ് കണക്കാണ് ഈ പോട്ടി മിക്സ് ഉള്ളത്. അതുകൊണ്ടാണ് വേര് നന്നായിട്ട് ഓടുകയും ഈ ചെടി ഇത്രയും നല്ല പിന്നെ എന്താ പറയുന്ന തഴച്ച് വളർന്ന് നിൽക്കുന്നതും. ഇപ്പം ഞാനിട്ട പോട്ടി മിക്സും അതേ സെയിം പോട്ടി മിക്സ് തന്നെ. ഞാൻ 2 വർഷം മുന്നേ ഇട്ട പോട്ടി മിക്സ് സെയിം തന്നെ. എന്നിട്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, പിന്നെ സൂര്യപ്രകാശത്തിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ഇത് ഉപയോഗിക്കാനേ പാടില്ല എന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഡെയിലി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും, പക്ഷേ കറക്റ്റിന് സൂര്യപ്രകാശം കിട്ടില്ല. അപ്പോൾ ഫംഗസ് ബാധയൊക്കെ ഉണ്ടാവും, ചെടി നശിച്ചു പോവും. പിന്നെ ഇതിന് വേണ്ടുന്ന വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ സ്ലറികളായിട്ട് ഒഴിച്ചു കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ 19 ഒഴിച്ചു കൊടുക്കാം, ഒക്കെ ചെയ്യാം. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടുതൽ വെള്ളം കെട്ടി നിൽക്കരുത്. പിന്നെ വേനൽക്കാലം ആണെന്നുണ്ടെങ്കിൽ ദിവസത്തിൽ 1 പ്രാവശ്യമൊക്കെ ഒഴിച്ചു കൊടുക്കാം. മഴക്കാലം ആണെന്നുണ്ടെങ്കിൽ 2 ദിവസത്തിലൊരിക്കലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം നമ്മൾ ഇതിനകത്ത് കൊക്കോപിറ്റൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഈർപ്പം നന്നായിട്ട് നിൽക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ, കമൻ്റായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക്